ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ അധ്യായം 16 രാധാകൃഷ്ണ വിവാഹമാണ്. ഗോലോകഖണ്ഡത്തിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. ശ്രീ നാരദമുനി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ ആ കഥ ഗർഗസംഹിത നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് ഇത് വിവരിക്കുക എന്നൊന്നും അറിയില്ല. ഒക്കെ ആ രാധാറാണിയുടെ ഇച്ഛയനുസരിച്ച് സംഭവിക്കട്ടെ. ഇത്രയും മഹത്തായ ഈ രാധാകൃഷ്ണ വിവാഹം കേട്ടാൽ തന്നെ സർവ്വ ദുരിതങ്ങളും പാപങ്ങളും തീരും എന്നാണ് ഗർഗഭാഗവതം പറഞ്ഞു തരുന്നത്. സജ്ജനങ്ങൾക്കെല്ലാവർക്കും ആ സൗഖ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഒരു ദിവസം നന്ദഗോപര് ശ്രീകൃഷ്ണ ഭഗവാനെ തോളിലേറ്റിക്കൊണ്ട് താലോലിച്ച് പശുവിനെ മേയിച്ച് ഒരുപാട് ദൂരത്തേക്ക് പോയി. മെല്ലെ മെല്ലെ ഭാണ്ഡീരവനത്തിലെത്തി. അവിടെ കാളിന്തി നദിയുടെ ആ ശീതളമായ മന്ദസമീരനാൽ പ്രകമ്പിതമായ കാലാവസ്ഥയായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് വായുവിൻ്റെ വേഗത പെട്ടെന്ന് വർദ്ധിച്ചു. ആകാശം മേഘാവൃതമായി. വൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഇലകൾ പൊഴിഞ്ഞു വീഴാനും പറന്നു പോകാനും തുടങ്ങി. ആകാശം പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ഒന്നായി മാറി. എല്ലായിടത്തും ഇരുട്ടു വ്യാപിച്ചു. നന്ദനന്ദനായ ഭഗവാൻ കരയാൻ തുടങ്ങുകയും പിതാവിൻ്റെ മടിയിൽ വളരെയധികം ഭയഭീതനായിരിക്കുകയും ചെയ്തു. നന്ദനും ഭയം തോന്നി. അദ്ദേഹം ശ്രീഹരിയെ ശരണം വിളിച്ചു. ആ സമയത്ത് കോടിക്കണക്കിന് സൂര്യസമൂഹം പോലെ ദിവ്യമായ പ്രകാശം ഉദിച്ചു വന്ന് എല്ലാ ദിശകളിലും വ്യാപിച്ച് ക്രമേണ നന്ദഗോപരുടെ സമീപത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ആ ദിവ്യദീപ്തിയിൽ നന്ദൻ ശ്രീരാധയെ ദർശിച്ചു. രാധയ്ക്ക് കോടിക്കണക്കിന് ചന്ദ്രമണ്ഡലങ്ങളുടെ കാന്തി ഉണ്ടായിരുന്നു. രാധയുടെ അവയവങ്ങളിൽ ആദിവർണ്ണമായ നീലനിറത്തിലുള്ള സുന്ദരമായ വസ്ത്രവും ശോഭിക്കുന്നുണ്ടായിരുന്നു. കാലുകളിൽ കിങ്ങിണിയുടെ മധുരസ്വരവും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കാഞ്ചീര നൂപുരങ്ങളുടെയും വളകളുടെയും ശബ്ദം കേൾക്കാമായിരുന്നു. രത്നഹാരം, മുദ്ര മുതലായവ കൊണ്ട് രാധാറാണി ഒന്നുകൂടി ശോഭിച്ചു പോന്നു. മൂക്കിൽ മുത്തിൻ്റെ മൂക്കുത്തി അത്യധികം തിളങ്ങുന്നുണ്ടായിരുന്നു. കഴുത്തിൽ മാല, തലയിൽ സീമന്തരേഖയിൽ ചൂടാമണി, കാതിൽ കുണ്ടലങ്ങൾ എന്നിവ ഇങ്ങനെ ശോഭിക്കുകയാണ്. ശ്രീരാധയുടെ ദിവ്യ തേജസ്സാൽ നന്ദഗോപർ തലകുനിച്ച് കൈകൂപ്പി. എന്നിട്ട് പറഞ്ഞു, രാധേ, ഇത് സാക്ഷാൽ പുരുഷോത്തമനും അവിടുന്ന് ഈ പുരുഷോത്തമൻ്റെ പ്രാണനാഥനുമാണ്. ഈ രഹസ്യം താൻ ഗർഗമുനിയുടെ വായിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. രാധേ, അവിടുന്ന് പ്രാണനാഥനെ തൻ്റെ തോളിൽ നിന്നും എടുത്തോളൂ. ഈ കുട്ടി മേഘഗർജനം കാരണം ഭയഭീതനാണ്. ഇത് ഭഗവാന്റെ ലീല തന്നെയാണ്. അതിനാലാണ് ഈ ബാലൻ ഭയഭീതനായിരിക്കുന്നത്. ദേവി, താൻ അങ്ങയെ നമസ്കരിക്കുന്നു. അവിടുന്ന് തന്നെ രക്ഷിക്കൂ. അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ് തനിക്ക് ദർശനം ലഭിച്ചിരിക്കുന്നത്. നന്ദഗോപരുടെ വാക്കുകൾ കേട്ട ശ്രീ രാധാറാണി പറയുകയാണ്, അതെ, തൻ്റെ ദർശനം വളരെയധികം ദുർലഭം തന്നെയാണ്. എന്നാൽ നന്ദഗോപരുടെ ആ ഭക്തിഭാവത്താൽ പ്രസന്നയായിട്ടാണ് ഇപ്പോൾ ഈ ദർശനം കൊടുത്തിട്ടുള്ളത് എന്ന്. അത് കേട്ടപ്പോൾ നന്ദൻ പറയുകയാണ്, തന്നിൽ പ്രസന്നനായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രിയതമമാരുടെ, അതായത് രാധാ കൃഷ്ണന്മാരുടെ ചരണാരവിന്ദങ്ങളിൽ തനിക്ക് സുദൃഢമായ ഭക്തി എപ്പോഴും ഉണ്ടാവട്ടെ. കൂട്ടത്തിൽ അവിടുത്തെ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന സാധുസംഘങ്ങളിൽ തനിക്ക് എപ്പോഴും ദർശനം കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ഓരോ യുഗത്തിലും ആ സാധു മഹാത്മാക്കളുടെ ചരണങ്ങളിൽ തനിക്ക് പ്രേമമുണ്ടാകട്ടെ. ഇത് കേട്ടപ്പോൾ രാധാറാണി തഥാസ്തു എന്ന് പറഞ്ഞ് ആ നന്ദഗോപരെ അനുഗ്രഹിച്ചു. എന്നിട്ട് നന്ദഗോപരുടെ തോളിൽ നിന്ന് തൻ്റെ പ്രാണനാഥനെ 2 കൈയും കൂട്ടിക്കൊണ്ട് ഏറ്റുവാങ്ങി. പിന്നീട് രാധയെ പ്രണമിച്ച് നന്ദഗോപർ അവിടെ നിന്ന് പോയപ്പോൾ രാധ ഭാണ്ഡീരവനത്തിലേക്ക് പോയി.
മുമ്പ് ഗോലോകധാമത്തിൽ നിന്ന്, അതായത് രാധയുടെ സന്തോഷത്തിനു വേണ്ടി ഇവിടത്തേക്ക് അയക്കപ്പെട്ട ഭൂപ്രദേശം ദിവ്യരൂപം ധരിച്ചു. അവിടെ വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ പത്മപരാഗമണി പതിച്ചിരിക്കുന്ന സ്വർണ്ണമയിയായ ഭൂമി ശോഭിക്കുന്നത് പോലെ ഈ ഭൂമിയും വ്രജമണ്ഡലത്തിൽ ആ ദിവ്യ ഭൂമിയുടെ പൂർണ്ണമായ സ്വരൂപം പ്രകടമാക്കി. വൃന്ദാവനം കാമരൂപകമായ ദിവ്യ വൃക്ഷങ്ങളാൽ നിറഞ്ഞ് ദിവ്യരൂപം ധരിച്ച് ശോഭിച്ചു. കരിന്തനന്ദിനിയായ യമുനയും തീരത്ത് സ്വർണ്ണനിർമ്മിതമായ പ്രാസാദങ്ങളാലും സുന്ദരരത്നമയ സോപാനങ്ങളാലും സമ്പന്നമായി മാറി. ഗോവർദ്ധനപർവ്വതം രത്നമയമായ ശിലകളാൽ പരിപൂർണമായി. മതമത്തന്മാരായ വണ്ടുകളാലും അരുവികളാലും സുശോഭിതമായ ഗുഹകളാലും ഗോവർദ്ധനം ഉയർന്ന ശരീരമുള്ള ആനയെപ്പോലെ രൂപം ധരിച്ചു. ആ സമയത്ത് വൃന്ദാവനത്തിലെ വള്ളിക്കുടിലുകളും ദിവ്യമായ രൂപം പ്രകടമാക്കി. അതിൽ സഭാഭവനം, മുറ്റം, ദിവ്യമണ്ഡപം, കച്ചേരി, വാതിൽ മുതലായവ ദൃശ്യമായി. വസന്ത ഋതുവിൻ്റെ മുഴുവൻ മാധുര്യവും അവിടെ ഇങ്ങനെ തെളിഞ്ഞു നിന്നു. മധുപന്മാരും മയിലുകളും ചകോരങ്ങളും കോകിലങ്ങളും അവിടെ ആരവം മുഴക്കി. നികുഞ്ചങ്ങളിൽ, അതായത് വള്ളിക്കുടിലിൽ ദിവ്യമണ്ഡപങ്ങളുടെ ശിഖരങ്ങൾ സ്വർണ്ണരത്നാദികളാൽ നിർമ്മിതമായ കലശങ്ങളാൽ അലങ്കൃതമായി. എല്ലാ ഭാഗത്തു നിന്നും പറക്കുന്ന പതാകകൾ അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സുന്ദരമായ സരോവരം ഉണ്ടാവുകയും സുവർണമയമായ സുന്ദര സരോജങ്ങൾ വിരിയുകയും അവയിൽ നിന്ന് വണ്ടുകൾ തേൻ കുടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ജയ് ശ്രീ രാധേ 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 ശ്യാം. ഇത്രയും പരിപാവനമായ സ്ഥലത്ത്, ആ വൃന്ദാവനത്തിൽ, ആ ഭാണ്ഡീരവനത്തിൽ, ആ രാധാകൃഷ്ണ വിവാഹം നടന്ന സ്ഥലത്ത് 2 പ്രാവശ്യം പോയി നമസ്കരിക്കാനും പ്രദക്ഷിണം വയ്ക്കാനും അവിടെ അടുത്തുനിന്ന് പ്രസാദം കഴിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം, അത് ഈ ഒരു അവസരത്തിൽ ഓർക്കാതെ തരമില്ല. എല്ലാം ആ പ്രപഞ്ചശക്തിയുടെയും പ്രപഞ്ചനാഥൻ്റെയും രാധാകൃഷ്ണന്മാരുടെയും ഗുരു കാരണവന്മാരുടെയും മാതാപിതാക്കളുടെയും സജ്ജനങ്ങളുടെയും അനുഗ്രഹം കൊണ്ട് മാത്രം. ജയ് ശ്രീ രാധേ 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 ശ്യാം. ദിവ്യധാമത്തിൻ്റെ അവതാരത്തോടുകൂടി സാക്ഷാൽ പുരുഷോത്തമൻ ഘനശ്യാമവർണ്ണൻ ശ്രീകൃഷ്ണൻ കിശോരാവസ്ഥയിലുള്ള രൂപത്തിൽ രാധയുടെ മുമ്പിൽ നിന്നു. ഭഗവാന്റെ ദിവ്യാവയവങ്ങളിൽ പീതാംബരം ശോഭിക്കുന്നുണ്ടായിരുന്നു. കൗസ്തുഭമണിയാൽ വിഭൂഷിതനും കയ്യിൽ ഓടക്കുഴൽ ധരിച്ചവനുമായി സ്ഥിതി ചെയ്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ കോടിക്കണക്കിന് മന്മഥന്മാരെ മോഹത്തിൽപ്പെടുത്തിയിരുന്നു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പ്രിയതമയുടെ കൈ പിടിക്കുകയും വിവാഹമണ്ഡപത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ആ മണ്ഡപത്തിൽ വിവാഹത്തിനുള്ള എല്ലാ സാമഗ്രികളും സജ്ജമാക്കിയിരുന്നു. വിവാഹചരട്, കുശ, സപ്തമൃത്തിക, അതായത് 7 തരത്തിലുള്ള മണ്ണ്, ജലം നിറച്ച കലശങ്ങൾ എല്ലാം അവിടെ കാണാമായിരുന്നു. അപ്പോൾ ശ്രേഷ്ഠമായ ഒരു സിംഹാസനം അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാധയും കൃഷ്ണനും ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രഭ പടർത്തി. അവർ പരസ്പരം മധുരവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മേഘവും മിന്നൽപിടരും പോലെ പരസ്പരം ശോഭിച്ചു. അപ്പോൾ ദേവന്മാരിൽ ശ്രേഷ്ഠനായ വിധാതാവ്, അതായത് ബ്രഹ്മാവ്, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയും രാധയുടെയും കൃഷ്ണൻ്റെയും കാലിൽ വീണ് നമസ്കരിക്കുകയും 4 മുഖങ്ങളിലൂടെയും കമനീയ സ്വരത്തിൽ പ്രകീർത്തിക്കുകയും ചെയ്തു. ആ ബ്രഹ്മസ്തുതിയാണ് ഇവിടെ ഇനി പറയണത്. പ്രഭോ, അവിടുന്ന് എല്ലാവരുടെയും എല്ലാറ്റിൻ്റെയും ആദികാരണനാണെങ്കിലും അങ്ങേക്ക് ആദിയോ അന്തമോ ഒന്നുമില്ല. അങ്ങ് എല്ലാ പുരുഷോത്തമന്മാരിലും വെച്ച് ഉത്തമനാണ്. സ്വന്തം ഭർത്താവിൽ വാത്സല്യഭാവമുള്ളവനാണ്. ശ്രീകൃഷ്ണൻ എന്ന പേരിൽ പ്രസിദ്ധനും അഗണിക ബ്രഹ്മാണ്ടങ്ങളുടെ പാലകപതിയും ആകുന്നു. അത്തരത്തിലുള്ള അങ്ങയെ രാധയുടെ പ്രാണവല്ലഭനായ ശ്രീകൃഷ്ണചന്ദ്രനെ താൻ ശരണം പ്രാപിക്കുന്നു. അവിടുന്ന് ഗോലോകധാമത്തിൻ്റെ അധിനാഥനാണ്.
അവിടുത്തെ ലീലകൾ ഒരിക്കലും അവസാനിക്കാത്തതുമാണ്. അങ്ങയുടെ കൂടെ ലീലാവതിയായ ശ്രീരാധ അവിടുത്തെ നിത്യധാമത്തിൽ ലളിതലീലകൾ നടത്തുന്നു. അവിടുന്ന് വിഷ്ണുവാകുമ്പോൾ രാധ ലക്ഷ്മിയാകുന്നു. അതുപോലെ അങ്ങയുടെ അവതാരമായ ശ്രീരാമൻ്റെ കൂടെ രാധ ജനകാത്മജയാവുന്നു. യജ്ഞനാരായണ അവതാരമെടുക്കുമ്പോൾ ദക്ഷിണാദേവിയായി രാധ സേവനം ചെയ്യുന്നു. അവിടുന്ന് പതി ശിരോമണിയാവുമ്പോൾ രാധ പത്നിമാരിൽ പ്രധാനിയാവുന്നു. അങ്ങയുടെ നരസിംഹാവതാരത്തിൽ രാധ രമയായി ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. നരനാരായണ അവതാരത്തിൽ രാധ പരമശാന്തിയായി സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് ഏത് അവതാരമെടുത്താലും രാധ സ്വന്തം നിഴൽ പോലെ കൂടെ ഉണ്ടാവുന്നു. അവിടുന്ന് ബ്രഹ്മമാവുമ്പോൾ രാധ പ്രകൃതിയായി സ്ഥിതി ചെയ്യുന്നു. അങ്ങ് കാലമായി മാറുമ്പോൾ രാധ പ്രധാനമായും കൂടെ ഉണ്ടാവുന്നു. അവിടുന്ന് മഹത്തത്വമാകുമ്പോൾ രാധ മായയായി സ്ഥിതി ചെയ്യുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവ അങ്ങയിൽ നിന്നുണ്ടാവുമ്പോൾ ലക്ഷണാവൃത്തി രാധയിൽ നിന്നുണ്ടാവുന്നു. അങ്ങ് വിരാട രൂപം എടുക്കുമ്പോൾ രാധ ധാരണ എന്ന രൂപം എടുക്കുന്നു. പുരുഷോത്തമോത്തമ, അങ്ങയുടെ ശ്യാമവും മഞ്ഞയുമായ 2 തേജസ്സുകൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അവിടുന്ന് ഗോലോകധാമത്തിൻ്റെ അധിപതിയായ പരാത്പരനായ പരമേശ്വരനാണ്. താൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. യുഗളരൂപത്തിലുള്ള ഈ ഉത്തമ സ്മൃതി പഠിക്കുന്നവർ എല്ലാ ധാമങ്ങളിലും ശ്രേഷ്ഠമായ ഗോലോകധാമത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, ഇഹലോകത്തിൽ സൗന്ദര്യം, സമൃദ്ധി, സിദ്ധി എന്നിവ കിട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് 2 പേരും നിത്യദമ്പതികളാണെങ്കിലും പരസ്പര പ്രീതിയാൽ പരിപൂർണരാണെങ്കിലും പരാൽപരനാണെങ്കിലും അനുരൂപരായി ലീലാവിലാസം നടത്തുകയാണെങ്കിൽ തന്നെയും ലോകവ്യവഹാരത്തിനനുസൃതമായ ലോകത്തെ നേർവഴിക്ക് നയിക്കാനായി താൻ വൈവാഹിക വിധിപ്രകാരം വിവാഹം നടത്താം. ജയ് ശ്രീ രാധേ 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 ശ്യാം. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വർണ്ണനയാണ് അല്ലേ? നമുക്കും ആ പ്രാർത്ഥന കേട്ടിട്ട് എല്ലാ അനുഗ്രഹങ്ങളും രാധാകൃഷ്ണന്മാർ നൽകി നമ്മളെയെല്ലാം ആ ചരണാരവിന്ദങ്ങളിൽ ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ഇപ്രകാരം സ്തുതിച്ചിട്ട് ബ്രഹ്മാവ് എഴുന്നേറ്റ് കുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിനു മുമ്പിൽ ഇരുന്നിരുന്ന രാധാകൃഷ്ണന്മാരെ വിധിപ്രകാരം പാണിഗ്രഹണം ചെയ്യിച്ചു. ഇതിനുശേഷം ബ്രഹ്മാവ് നിന്നുകൊണ്ട് രാധയെയും കൃഷ്ണനെയും അഗ്നികുണ്ഡത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യിച്ചു. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് 2 പേരെയും പ്രണമിച്ച് 7 മന്ത്രങ്ങൾ പഠിപ്പിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണൻ്റെ വക്ഷസ്ഥലത്ത് രാധയുടെ കൈ വെപ്പിക്കുകയും ശ്രീകൃഷ്ണൻ്റെ കൈ രാധയുടെ പുറത്ത് വെപ്പിക്കുകയും ചെയ്ത് ബ്രഹ്മാവ് അവരെ കൊണ്ട് വിവാഹമന്ത്രം ഉച്ചത്തിൽ ജപിപ്പിച്ചു. തുടർന്ന് രാധികയുടെ കൈകൊണ്ട് വണ്ടുകൾ പാറി നടക്കുന്നതും തേനിറഞ്ഞതുമായ ഒരു താമരമാല കൃഷ്ണൻ്റെ കഴുത്തിൽ ധരിപ്പിച്ചു. അതുപോലെ ശ്രീകൃഷ്ണനെ കൊണ്ടും ബ്രഹ്മാവ് രാധയുടെ കഴുത്തിൽ ഒരു മാല ധരിപ്പിച്ചു. അതിനുശേഷം അവരെ കൊണ്ട് അഗ്നിയെ നമസ്കരിപ്പിക്കുകയും ആ അഭിനവ ദമ്പതിമാരെ ഒരു സുന്ദര സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്തു. അവർ 2 പേരും കൈപിടിച്ച് മൗനം അവലംബിച്ചു. ബ്രഹ്മാവ് വീണ്ടും അവരെ 5 മന്ത്രങ്ങൾ പഠിപ്പിക്കുകയും പിതാവ് പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് പോലെ രാധയെ കൃഷ്ണൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ശരിയായ ഒരു വിവാഹം നടത്തുക എന്നുകൂടി നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ അല്ലേ? ആ സമയത്ത് ദേവന്മാർ പുഷ്പങ്ങൾ വർഷിക്കുകയും ദേവാംഗനമാരോടൊപ്പം വിദ്യാധരിമാർ നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ചാരണന്മാരും കിന്നരന്മാരും മധുരസ്വരത്തിൽ കൃഷ്ണനു വേണ്ടി മംഗളഗാനം ആലപിച്ചു. മൃദംഗം, വീണ, വേണു, ശംഖ്, ദുന്ദുഭി, കൈമണി മുതലായവയൊക്കെ ഏന്തിക്കൊണ്ട് ആകാശത്തു നിന്ന് ശ്രേഷ്ഠദേവന്മാർ മംഗളശബ്ദങ്ങൾ ഉയർന്ന സ്വരത്തിൽ ഉച്ചരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജയ ജയാരവം മുഴക്കി. അപ്പോൾ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, താങ്കളുടെ ഇഷ്ടമനുസരിച്ച് ദക്ഷിണ ചോദിക്കൂന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത്, തനിക്ക് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ദക്ഷിണയുടെ രൂപത്തിൽ തന്നാലും ഭഗവാൻ എന്നാണ്.
തഥാസ്തു, അതായത് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ശ്രീ രാധികയുടെ മംഗളമയമായ ചരണാരവിന്ദങ്ങളെ രണ്ട് കൈകൊണ്ടും മസ്തകം കൊണ്ടും വീണ്ടും വീണ്ടും പ്രണമിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. ആ സമയത്ത് ബ്രഹ്മാവ് അതീവ സന്തുഷ്ടനായി കാണപ്പെട്ടു. പിന്നീട് നികുഞ്ചത്തിൽ പ്രിയതമയാൽ അർപ്പിതമായതും ദിവ്യവും മനോഹരവുമായ ചതുർവിധ അന്നം ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്ഷിച്ചു. രാധയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൾ കൊണ്ട് കിട്ടിയ അന്നവും ഭക്ഷിച്ചു. പിന്നീട് അവർ മധുരാനം ഭുജിക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ രാധയുടെ കൈ പിടിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ ലതകളെയും വൃക്ഷങ്ങളെയും ശ്രീ യമുനയുടെ ശോഭകളും വൃന്ദാവന ഭംഗികളും ആസ്വദിച്ച് യമുനാ തീരത്ത് വിഹരിച്ചു. മധുരവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നികുഞ്ചത്തിലേക്ക് പോയി. പിന്നീട് വള്ളിക്കുടിലിൽ വന്ന് ഒളിച്ചു നിന്നിരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ശാഖകൾക്കിടയിലൂടെ കണ്ടിട്ട് പിൻഭാഗത്തു നിന്നു വന്ന രാധ ഭഗവാന്റെ പീതാംബരത്തിൻ്റെ അഗ്രഭാഗം പിടിച്ചു വലിച്ചു. അത് കഴിഞ്ഞ് രാധയും ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഓടിപ്പോവുകയും ചരണാരവിന്ദങ്ങളിലേക്ക് ഇങ്ങനെ ഒച്ചയോടുകൂടി യമുന നികുഞ്ചത്തിൽ ഒളിക്കുകയും ചെയ്തു. രാധ കൃഷ്ണൻ്റെ കൈയെത്തുന്ന ദൂരത്ത് നിന്നുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് ഓടിപ്പോവുകയും ചരണാരവിന്ദങ്ങളിലേക്ക് ഇങ്ങനെ ഒച്ചയോടുകൂടി യമുന നികുഞ്ചത്തിൽ ഒളിക്കുകയും ചെയ്തു. അപ്പോൾ രാധ കൃഷ്ണൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് നിന്നുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് ഓടിപ്പോവുകയും ചെയ്തു. ഇങ്ങനെ അവരുടെ ആ കളികൾ അവിടെ തുടർന്നുകൊണ്ടിരുന്നു. സ്വർണ്ണലതകളാലും മേഘം മിന്നൽ പിണരുകളാലും മരതകക്കല്ലിൻ്റെ പർവ്വതം സ്വർണത്തിൻ്റെ ഉരകല്ലിനാലും ശോഭിക്കുന്നതുപോലെ രമണീരാധയാൽ ശ്രീകൃഷ്ണൻ ശോഭിതനായി അങ്ങനെ വിലസി. രാസരംഗസ്ഥലത്തെ നിർജ്ജന പ്രദേശത്തെത്തിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീരാധയോടൊപ്പം രാസരസം ആസ്വദിച്ചുകൊണ്ട് ലീലാരമണം നടത്തി. ഗോവർദ്ധനത്തിൻ്റെ ഗുഹകളിൽ രാധയോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ നൃത്തം ചവിട്ടി. അതിനുശേഷം ഭഗവാൻ യമുനയിൽ പ്രവേശിച്ച് വൃഷഭാനുനന്ദിനിയോടൊപ്പം വിഹരിച്ചു. ഭഗവാൻ യമുനയിലെ വിടർന്ന ലക്ഷദള കമലങ്ങളെ രാധയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ഓടിപ്പോയി. രാധ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ്റെ പിന്നാലെ പോവുകയും പീതാംബരം, ഓടക്കുഴൽ, ചൂരൽ വടി എന്നിവ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറയാൻ തുടങ്ങി, എൻ്റെ ഓടക്കുഴൽ തിരിച്ചു തരൂ. അത് കേട്ട് രാധ പറഞ്ഞു, തൻ്റെ താമരപ്പൂവും തിരിച്ചു തരൂ. അപ്പോൾ കൃഷ്ണൻ രാധയ്ക്ക് താമരപ്പൂ തിരിച്ചു കൊടുത്തു. അതിനുശേഷം യമുനാ തീരത്ത് അവരുടെ മനോഹര ലീലകൾ അങ്ങനെ നടന്നു. പിന്നീട് ഭാണ്ഡീരവനത്തിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാൻ രാധികയെ മുഖത്ത് ചിത്രരചനയും കാലിൽ ചായം തേച്ചും കണ്ണിൽ കൺമഷിയുടെ രേഖ വരച്ചും ഉത്തമമായ രത്നങ്ങളും പുഷ്പങ്ങളും ചാർത്തുകയും അലങ്കരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഉടനെ രാധികയും ഭഗവാനെ അലങ്കരിക്കാൻ മുതിർന്നപ്പോൾ ഭഗവാൻ കൈശോരാവസ്ഥയിൽ നിന്ന് ചെറിയ ശിശുവായി മാറി. നന്ദൻ ഏതു രൂപത്തിലാണോ കൃഷ്ണനെ രാധികയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അതേ അവസ്ഥയിലേക്ക് കൃഷ്ണൻ മാറുകയും നിലത്ത് കിടന്ന് ഭയം പൂണ്ട് കരയാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ രാധ കരയാൻ തുടങ്ങുകയും ഇപ്രകാരം പറയുകയും ചെയ്യും, ഹരേ, തനിക്ക് മേലെ എന്തിനാണ് മായ പ്രയോഗിക്കുന്നത്? ഇപ്രകാരം വിഷാദഗ്രസ്തയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാധയ്ക്ക് ആകാശത്തിൽ നിന്ന് ഒരു വാണി കേൾക്കാറായി. രാധേ, ഇപ്പോൾ വിഷമിക്കാതിരിക്കൂ, കുറച്ചു നാൾക്ക് ശേഷം നിന്റെ മനോരഥം പൂർണ്ണമാകും എന്ന്. ഇത് കേട്ടിട്ട് ശ്രീരാധ ശിശുരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെ എടുത്ത് വേഗത്തിൽ വ്രജരാജൻ്റെ ധർമ്മപത്നിയായ യശോദയുടെ വീട്ടിലേക്ക് പോയി. ശ്രീകൃഷ്ണനെ യശോദയുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് രാധ പറഞ്ഞു, താങ്കളുടെ പതിദേവൻ വഴിയിൽ വെച്ച് കുട്ടിയെ തന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ യശോദ ശ്രീരാധയോട് പറഞ്ഞു, വൃഷഭാനുനന്ദിനി രാധേ, നീ ധന്യയാണ്. കാരണം നീ ഈ സമയത്ത് ആകാശം മേഘാവൃതമായിരിക്കുമ്പോൾ ഭയഭീതനായിരിക്കുന്ന തൻ്റെ ഓമനയെ പൂർണ്ണമായും രക്ഷിച്ചു. ഇപ്രകാരം പറഞ്ഞ് നന്ദറാണി ശ്രീരാധയെ വീണ്ടും വണ്ണം സൽക്കരിക്കുകയും സദ്ഗുണങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. അത് കേട്ടിട്ട് വൃഷഭാനുനന്ദിനി വളരെ പ്രസന്നയായി. രാധ യശോദാദേവിയോട് യാത്ര ചോദിക്കുകയും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇപ്രകാരം ശ്രീരാധയുടെ വിവാഹത്തിൻ്റെ പരമമംഗളമയമായ രഹസ്യചരിത്രം ഇവിടെ വർണ്ണിക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനെ പാപം ഒരിക്കലും സ്പർശിക്കില്ല എന്ന് ഗർഗഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം
കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാധാകൃഷ്ണന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ് സർവ്വതും. ജയ് ശ്രീ രാധേ 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 ശ്യാം.